സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ മനഃപൂർവ്വം അമ്മായിമാരും ഒന്നിയെടുത്ത് കഴിച്ചല്ലെങ്കിൽ എടുത്ത് പുറത്ത് കളഞ്ഞു എന്നാണ് ധനം വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ധനത്തിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശ്രീനിവാസൻ വിചാരിക്കുന്നുണ്ട് ധനലക്ഷ്മി സാധാരണ ഇങ്ങനെ കൂടെ എന്തെങ്കിലും പേര് ബഹളം ഉണ്ടാക്കുന്ന ടൈപ്പല്ലേ, അതുകൊണ്ട് ഇനി ശരിക്കും അവൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെയാണോ ഇത് പറയുന്നതെന്ന് ധനലക്ഷ്മി പോയതിന് ശേഷം അമ്മായിമാരോട് ചോദിക്കുന്ന സമയത്ത് വിനയന് ഫുഡ് കൊണ്ടു കൊടുത്ത 2 അമ്മായിമാരും ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാമിനിയായിട്ടുള്ള അമ്മായി പറയുന്നുണ്ട്, ധനലക്ഷ്മി ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, അത് കുറച്ചൊന്നുമില്ല, ഇത്തിരി തോനെ ഉണ്ടായിരുന്നു, പിന്നെ ആ ഫുഡൊക്കെ എന്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം മറ്റേ അമ്മായിമാർ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സ്വാമിനി കണ്ടു, സ്വാമിനിക്ക് അവിടെ അറിയിപ്പ് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മായി പറയുന്നുണ്ട്, രാവിലെ നല്ല സാമ്പാറിൻ്റെ മണം തോന്നി അങ്ങോട്ടേക്ക് കിച്ചണിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ധനലക്ഷ്മി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു. ചട്നിയും സാമ്പാറും ദോശയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ അത് എവിടെ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇനി പുറത്തുനിന്ന് വല്ലതും മേടിച്ചിട്ടേ കാര്യമുള്ളൂ, ഇനി ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാൽ സ്വാമിനി കഴിക്കുമോ? ഈ സമയത്ത് മുട്ട റോസ്റ്റും ബീഫും ഒക്കെ കിട്ടുള്ളൂ, ചാറ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കഷ്ണത്തിനേ കുഴപ്പമുള്ളെന്ന് സ്വാമിനി പറയുന്നത് കേട്ട് ശ്രീനിവാസനും അമ്മായിമാരും ഞെട്ടുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഫുഡ് കൊണ്ടുവരണം, എനിക്ക് അടുത്ത ഭജനയ്ക്ക് സമയമായെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിനിയായിട്ടുള്ള അമ്മായി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ശ്രീനിവാസനും അങ്ങ് അകത്തേക്ക് പോകുന്നു. വല്ല ബ്രെഡും പഴവും കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് 2 അമ്മായിമാർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കിയിട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതേസമയം സുജയാണെങ്കിൽ തളർന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് സുജ പോലും അറിയാതെ കൃഷി ആണെങ്കിൽ റൂമിലൂടെ വന്ന് നോക്കുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നെങ്കിലും ഒച്ചത്തിൽ വിളിക്കാൻ ധൈര്യമില്ല. അങ്ങനെ ആ കൃഷി അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നത് കൃപ വന്ന് കാണുന്നു. കൃപയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കൃപയാണെങ്കിൽ കൃഷിനെ കണ്ടത് ഓടി കൺമണിയെ ചെന്ന് വിളിക്കുന്നു. അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പം കൃഷിയാണെങ്കിൽ അമ്മയെ രഹസ്യമായി കണ്ടതിന് ശേഷം ആരും അറിയാതെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ കൃപയാണെങ്കിൽ അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എങ്ങനെ മനസ്സ് വന്നു അമ്മയെ രഹസ്യമായിട്ട് വന്ന് കണ്ട് ആരോടെയും പറയാതെ പോകാൻ വേണ്ടിയിട്ട്, ആരും അറിയാതെ എങ്ങനെ കയറി വരാൻ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കൃഷി സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മയും സാഗറും എല്ലാവരും വന്ന് കൃഷിനെ സമാധാനപ്പെടുത്തുന്നു. ആൻറ്റിയമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൃഷിനെ കണ്ടതും. അങ്ങനെ സുജയെ വിളിക്കും, നിന്നെ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ആകുമെന്നൊക്കെ ആൻറ്റിയമ്മ പറയുന്നു. അങ്ങനെ സാഗറാണെങ്കിൽ സുജയെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പം കൃഷിനെ കണ്ടതും സുജയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അപ്പം കൺമണി പറയുന്നുണ്ട്, സാറ് അമ്മയെ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നതാ, കൃപ വന്ന് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ ആ കാര്യമൊക്കെ ആൻറ്റിയമ്മയോടെ പറഞ്ഞോളൂ, അമ്മയോട് മനഃപൂർവ്വം പറയാഞ്ഞതാ, എനിക്കറിയാമായിരുന്നു എൻ്റെ മോൻ ഉറപ്പായിട്ടും എന്നെ കാണാൻ വരുമെന്ന്. ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം സമാധാനമായെന്ന് പറയുന്നു. അപ്പം കൺമണിയും അതുപോലെ കൃപയും സാഗറും ഒക്കെ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഫുഡ് കഴിക്കണം, മരുന്ന് കഴിക്കണം, എനിക്കിനി ഫുഡ് കഴിക്കുന്നതിനൊരു പ്രശ്നവുമില്ല, മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, എൻ്റെ മോനെ കണ്ടതോടെ എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കളിയാക്കുന്നുണ്ട്. ഈ സ്നേഹം എന്നും ഇതുപോലെ തന്നെ കാണണമെന്ന് ആൻറ്റിയമ്മയും പറയുന്നുണ്ട്. അതായത് സുജയും സാഗറും കൃഷിയും എല്ലാവരും ഇതുപോലെ സ്നേഹത്തോടെ കഴിയണം. അപ്പം കൃപ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇനി എന്തായാലും മോനെ കിട്ടിയപ്പോൾ ഇനി എന്നെ വേണ്ട, എനിക്ക് സത്യത്തിൽ കുശുമ്പ് വരുന്നുണ്ട്, തമാശ മട്ടിന് പറഞ്ഞ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കൃഷി തന്നെ അമ്മയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഒരുപാട് സ്നേഹത്തോടെ സുജിയാണെങ്കിൽ കൃഷിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ സാഗറാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദേവ്ജിയെ വിളിക്കുന്നു. ഞാനിപ്പോൾ എന്തായാലും ഓഫീസിലേക്ക് വരും, ഒരുപാട് സന്തോഷമുള്ള നിമിഷ, ദേവ്ജിക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഓഫീസിലാണ്, ഇതെന്താ പതിവില്ലാത്തൊരു ചോദ്യം, ഭയങ്കര സന്തോഷത്തിലാണല്ലോ, കൃഷി വീട്ടിലില്ലേ എന്ന് ചോദിക്കുമ്പം കൃഷി വീട്ടിലേക്ക് വന്നു, സുജിക്ക് ഇപ്പോൾ ഫുഡ് വാരി കൊടുക്കുക, എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവ്ജി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അമ്മയും മകനും തമ്മിൽ സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, ബാക്കിയുള്ളവരെല്ലാം ആ വീട്ടിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്, അവർ തമ്മിൽ എന്തെങ്കിലും പിണക്കോ പരിഭവോ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കട്ടെ, അത് നല്ലൊരു ഐഡിയ ആണെന്ന് സാഗറും പറയുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റിയും കൺമണിയെയും കൃപയെയും എല്ലാവരെയും കൂട്ടി സാഗർ പോകാൻ തീരുമാനിക്കുന്നു. അമ്മയും മകനും തമ്മിൽ എന്തെങ്കിലും പരിഭവമോ പിണക്കോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനിടയ്ക്കാണെങ്കിൽ മാനസയുടെ അച്ഛൻ മാനസയെ വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടർ കാഷ്വലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ സുജിക്ക് വയ്യെന്നും വീട്ടിൽ പോയി ട്രീറ്റ് ചെയ്തിട്ട് വന്നിരിക്കുക, ഫുഡ് കഴിക്കുന്നില്ല, ക്ഷീണത്തിൽ അവശയായിട്ട് കിടക്കുമായിരുന്നെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞല്ലോ, അത് മാനസയെ അറിയിക്കുന്നു. അപ്പം മാനസ പറയുന്നു, ഇത് തന്നെ പറ്റിയ അവസരം, എന്തായാലും സാഗർ കുടുംബത്തിൽ
എന്ത് പ്രശ്നം ഉണ്ടായെന്ന് അറിയാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. ആൻറ്റിയമ്മയ്ക്ക് ചെറിയൊരു പിണക്കം എന്നോടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അവർക്ക് എന്നെ വെറുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരല്പം പരിഭവവും പിണക്കവും കാണിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. ഞാനെന്തായാലും സുജി ആൻറ്റിയുടെ സുഖവിവരം അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ആൻറ്റിയമ്മയ്ക്ക് ഒരുപാട് സ്നേഹം വരും. എന്തായാലും നീ അങ്ങോട്ട് പോകണ്ട മോളെ, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പം അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് മാനസയും ചോദിക്കുന്നു. ബെസ്റ്റ് ഫ്രണ്ടൊക്കെയാ, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. പിന്നെ നീ പോയി തിരക്കുന്നതിന് കുഴപ്പമില്ല, സൂക്ഷിക്കണമെന്നൊക്കെ ജയമോഹനും പറയുന്നുണ്ട്. അങ്ങനെ മാനസ സാഗർ കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുവാണ്. മിക്കവാറും സാഗറും ആൻറ്റിയമ്മയും കൺമണി കൃപയും എല്ലാവരും പോയി അമ്മയും മകനും മാത്രം ഇരിക്കുന്ന സമയത്തായിരിക്കും മാനസയുടെ എൻട്രി. എന്തായാലും വരുണാണെങ്കിൽ ഈ രണ്ടു പേരെയും, അതായത് ജോത്സ്യനെയും ഗുണ്ടയും വിശ്വാസമില്ലാതെ ഈ നാട് വിട്ട് തന്നെ പോകാൻ തീരുമാനിക്കുന്നു. ഇവരുമായിട്ടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റും ഇവിടെ അവസാനിപ്പിച്ച് വിദേശത്തേക്ക് പോകാനുള്ള സമയം നല്ലതാണോ ഇല്ലയോ എന്ന് കബഡി നോക്കാൻ പറയുമ്പോഴത്തേക്കും അങ്ങനെ വരുൺ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന തിരുമേനിയാണെങ്കിൽ ഇപ്പം വിദേശയാത്ര നല്ലതല്ലെന്നും വിദേശയാത്രയിൽ ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന് വരുണിനെ അറിയിക്കുന്നു. അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന വരുണിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം മാനസയുടെ എൻട്രി. ഇനി എന്തിനായിരിക്കും? അടുത്ത വഴക്കിനുള്ള തിരി കൊളുത്താൻ വേണ്ടിയിട്ടാണോ അതോ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ? ഈ വരവിലൂടെയെങ്കിലും പ്രശ്നങ്ങൾ അറിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം.